കോട്ടയത്ത് KSU നേതാവ് മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ഇന്നലെയാണ് CMS കോളേജിലെ KSU പ്രവർത്തകനായ ജൂബിൻ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, മദ്യപിച്ചുള്ള വാഹനമോടിക്കലാണ്, കിലോമീറ്ററുകളോളം അത് നീണ്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്ര അപകടകരമായ രീതിയിലാണ് ഇയാൾ വാഹനം ഓടിച്ചത്? മറ്റാർക്കും അപകടമൊന്നും പറ്റിയില്ല എന്നുള്ളത് എത്ര ഭാഗ്യമാണ്. അനുജ, തീർച്ചയായിട്ടും അപകടകരമായ രീതിയിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഒരുപക്ഷെ കോട്ടയത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ തന്നെ ആദ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇന്നലെ വൈകുന്നേരം 5:30 ഈ ജൂബിൽ എന്ന് പറയുന്ന 2ാം വർഷ CMS കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി, അദ്ദേഹം KSU പ്രവർത്തകരാണ്, ഈ വാഹനം ഇന്നലെ മദ്യലഹരിയിൽ വാഹനം ഓടിച്ചത്. ആ വാഹനത്തിൽ ഒരു ഫോർച്യൂണർ കാറാണ്. ആ ഫോർച്യൂണർ കാറിൽ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. CMS കോളേജിന്റെ മുന്നിൽ നിന്നും എടുത്ത വാഹനം ഏകദേശം പരമ്പാലം കുടമാളൂർ വരെ ആ വാഹനം പോയി. അതിനിടയിലാണ് നിരവധി വാഹനങ്ങളിൽ ഏകദേശം 10ഓളം വാഹനങ്ങളിൽ ഇടിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു നീല കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ് വഴിയരികിൽ. അതിൽ വന്ന് ആ വാഹനം ഇടിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്നു, മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഇടിക്കാൻ പോകുന്നു. 2 പേർ വഴിയരികിൽ ബൈക്കിൽ നിൽക്കുമ്പോൾ അതിനടുത്തുകൂടി അമിത വേഗത്തിൽ പാഞ്ഞു പോകുന്ന ആ കാർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാർ ആ വാഹനത്തോടൊപ്പം സഞ്ചരിച്ച ആളുകളെ മാറ്റിയത് കൊണ്ടാണ് വലിയ അപകടങ്ങളൊന്നും ജീവഹാനിയൊന്നും ഉണ്ടാകാതിരുന്നത്. അങ്ങനെ ഈ വാഹനം കുടമാളൂർ അടുത്ത് ചെന്ന് ഒരു മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു. അതുവരെ അമിത വേഗത്തിൽ അപകടകരമായ രീതിയിലാണ് ഈ വാഹനം പോയത്. ഈ വാഹനത്തിൽ നിന്നും വാഹനം ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജൂബിൽ എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ച് പുറത്തിറക്കുമ്പോൾ ബോധമില്ലാതെ വഴിയിൽ മദ്യപിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പോലീസ് കേസെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ലൈസൻസ് റദ്ദാക്കുമെന്നും അറിഞ്ഞിട്ടുണ്ട്. KSU ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം പറയുന്നത് 6 മാസം മുമ്പ് ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇയാളെ KSUവിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. എന്നാൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ് ഇയാൾ എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു KSU പ്രവർത്തകനായി സജീവമായി ക്യാമ്പസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്നാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു ആവശ്യം. അനുജ, ഇതിലെ ഈ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 2 പേർ ആരാണ്? ഇയാളുടെ കൂട്ടുകാരാണോ? അവരെന്താ പറയുന്നത്? അവരും മദ്യപിച്ചിരുന്നോ? അനുജ, അവരും മദ്യപിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ. അതായത് ഈ അപകടം ഉണ്ടായി, വാഹനം ഒരു സ്ഥലത്ത് ഇടിച്ചു നിന്നു കുടമാളൂര്. അവിടെ വെച്ച് ആളുകൾ പിടിച്ചിറക്കുമ്പോൾ ഈ ആളുകളും കൂടെ ഉണ്ടായിരുന്ന 2 വിദ്യാർത്ഥികളാണെന്നാണ് പറയുന്നത്. CMS കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവരും മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉടൻ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അപകടകരമായ രീതിയിൽ, അതായത് പലരുടെയും ജീവഹാനി വരെ ഉണ്ടാക്കാവുന്ന രീതിയിൽ അത്രയും വലിയൊരു ഫോർച്യൂണർ വാഹനം ഈ അമിത വേഗത്തിൽ ഈ പനമ്പാലം വഴി ഈ CMS കോളേജിൻ്റെ അവിടെ നിന്ന് ഏകദേശം ചുങ്കം വഴി 4 കിലോമീറ്റർ ദൂരം, എടുത്തു പറയേണ്ടത് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസുകൾ അടക്കം പോകുന്ന ഒരു പ്രധാന പാതയാണ്. ആ വഴിയിലൂടെയാണ് ഇത്തരത്തിൽ അലക്ഷ്യമായിട്ട് ഈ വാഹനം ഓടിച്ചത്. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നൊരു ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. അനുജ, അതാണ് കോട്ടയത്ത് നിന്നാണ് കുടമാളൂർ വരെ ഈ KSU നേതാവ് മദ്യപിച്ച് പരാക്രമം കാണിച്ച് വാഹനം ഓടിച്ചുള്ള പരാക്രമമായിരുന്നു. വാഹനം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഓടിച്ച് ഇടയ്ക്ക് ചില അപകടങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതൊരു വലിയ അപകടത്തിലേക്ക് കലാശിക്കാതിരുന്നു എന്നുള്ളത് ഏറ്റവും ഭാഗ്യമാണ്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാൾ KSU പ്രവർത്തകനാണ്. KSU പറയുന്നത് അവർ ചില പ്രവർത്തനങ്ങൾക്കൊക്കെ ഇയാളെ പുറത്താക്കിയിട്ടുള്ളതാണ് എന്നതൊക്കെയാണ്. ഏതായാലും കൂട്ടത്തിൽ 2 പേർ കൂടി ഉണ്ടായിരുന്നു, ഫോർച്യൂണർ വാഹനമായിരുന്നു എന്ന വിശദാംശമൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.